ഏപ്രിൽ 1-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് HAL റഷ്യക്ക് UK-യിൽ നിന്നുള്ള എക്യുപ്മെന്റ്സുകൾ സപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ന്യൂയോർക്ക് ടൈംസിൽ. ഈ ഒരു വാർത്തയെ ഈ ഗവൺമെന്റും അതുപോലെ തന്നെ HAL-ഉം റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ന്യൂയോർക്ക് ടൈംസിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ബ്രിട്ടീഷ് എയ്റോസ്പേസ് ഫേം ആയിട്ടുള്ള HR സ്മിത്ത് കുറച്ച് ഐറ്റംസ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കോമ്പോണൻസ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഐറ്റംസ് HAL റഷ്യക്ക് മറിച്ച് നൽകി എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് HAL വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും ഈ ഒരു വാർത്ത ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ്, മിസ്ലീഡിംഗ് ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ HAL എല്ലാ വിധത്തിലുള്ള ഇന്റർനാഷണൽ റൂൾസും ഫോളോ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ട്രേഡുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്തിന്റെ ടെക്നോളജി മറ്റൊരു രാജ്യത്തിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള എൻഡ് യൂസർ കമ്മിറ്റ്മെന്റുകളെല്ലാം മീറ്റ് ചെയ്തുകൊണ്ടാണ് HAL പ്രവർത്തിച്ചിട്ടുള്ളത്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെക് ടെസ്റ്റ് HAL-ലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ളത് അത് റഷ്യയിലെ റോസോബൊറോൺ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് നൽകി എന്നൊക്കെയാണ് പറയുന്നതായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാർത്ത കംപ്ലീറ്റ്ലി തെറ്റാണെന്നാണ് HAL പറഞ്ഞിട്ടുള്ളതും കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. ഈ ഒരു ഐറ്റംസ് റഷ്യയിലേക്ക് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് ട്രേഡ് റഷ്യയുമായി ബന്ധപ്പെട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ റഷ്യൻ മിലിറ്ററി ഹാർഡ്വെയർസിൽ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഉക്രൈൻ വാറിന്റെ മേലെയായിട്ട് റഷ്യക്ക് മേലെ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷ്യ ഇന്ത്യ വഴി ഇത് പർച്ചേസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ഈ ഒരു വർഷം എൽനിനോ ഉണ്ടാവാൻ സാധ്യതയില്ല, ഹീറ്റ് വേവ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. IMD ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതായിട്ടുള്ള സമ്മർ കുറച്ചുകൂടി വാമറായി മാറും, എൽനിനോ ഉണ്ടാവാൻ സാധ്യതയില്ല അടുത്ത മൺസൂൺ സീസണിൽ എന്നുകൂടി പറയുന്നുണ്ട്. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അടുത്ത മൺസൂണിനെ സംബന്ധിച്ച് ഈ ഒരു സമ്മറിനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പ്രവചനങ്ങളാണ്. എൽനിനോ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ എൽനിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൽനിനോ എന്ന് പറഞ്ഞാൽ പസഫിക് ഓഷ്യനിൽ ഉണ്ടാകുന്ന, പ്രത്യേകിച്ചും സെൻട്രൽ പസഫിക് ഓഷ്യനിൽ ഉണ്ടാകുന്ന ഒരു ഫിനോമിന ആണ്. ഈ ഒരു പസഫിക് ഓഷ്യന്റെ മധ്യഭാഗം മുതൽ വെസ്റ്റേൺ സൈഡ് അമേരിക്കയുടെ സൈഡ് വരുന്ന വരെ ഭാഗം അത് വാമറായി മാറുന്നതിനെയാണ്, കുറച്ചുകൂടി ടെമ്പറേച്ചർ കൂടുന്നതിനെയാണ് നമ്മൾ എൽനിനോ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഓസ്ട്രേലിയ സൈഡ് അല്ലെങ്കിൽ ഇന്തോനേഷ്യ സൈഡ് വരുന്ന ഭാഗത്ത് കൂളർ ആയിട്ട് മാറും. ഇങ്ങനെ കൂളർ ആയിട്ട് മാറുമ്പോൾ ഇവിടുത്തെ മോയ്സ്ചർ കുറവായിരിക്കും. അപ്പോൾ ഇന്ത്യയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ മഴയുടെ അളവ് കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് മഴ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ എൽനിനോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നോർമൽ മൺസൂൺ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ന്യൂട്രൽ എൽനിനോ കണ്ടീഷൻസ് ആണ് പ്രവചിക്കുന്നതായിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ സാധാരണ പോലെയുള്ള മഴ തന്നെ ഉണ്ടാവുള്ളൂ, കൂടുതലോ കുറവോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. 2023 എൽനിനോ ഇയർ ആയിരുന്നു. അന്ന് ഇന്ത്യയിൽ 6% മഴയുടെ കുറവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2024 ന്യൂട്രൽ എൽനിനോ ആയിരുന്നു. എൽനിനോ സാഹചര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ 8% അധികം മഴ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തുക. അപ്പോൾ IMD ഫസ്റ്റ് മൺസൂൺ ഫോർകാസ്റ്റുകൾ ഏപ്രിലിൽ റിലീസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഓഷ്യന്റെ സാഹചര്യങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഫോർകാസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുക എന്നുകൂടി ഓർത്തുക. പക്ഷേ മൺസൂണിന് മുന്നേ സമ്മർ സീസണിൽ ഇന്ത്യയിൽ എബോവ് നോർമൽ ടെമ്പറേച്ചേഴ്സും ഹീറ്റ് വേവ്സും ഉണ്ടാവാം എന്നുള്ളതാണ്. അതായത് ഏപ്രിൽ ടു ജൂൺ മാസങ്ങളിൽ ഹീറ്റ് വേവ്സ് ഉണ്ടാവാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈസ്റ്റേൺ ഇന്ത്യയിൽ 10 ദിവസം വരെ ഹീറ്റ് വേവ്സ് ഉണ്ടാവാം എന്ന്, ഉഷ്ണതരംഗം ഒക്കെ ഉണ്ടാവാം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നോർത്ത് ഈസ്റ്റ്, സെൻട്രൽ, നോർത്ത് വെസ്റ്റ് റീജിയൻസിൽ വളരെ സിവിയർ ആയിട്ട് ഹീറ്റ് വേവ്സ് ഉണ്ടാവാനുള്ള സാധ്യതയും IMD പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 800 വർഷങ്ങളായിട്ട് വെസ്റ്റേൺ ഘാട്ടിൽ മഴയുടെ അളവിൽ ഉണ്ടായിട്ടുള്ള വർധനവിനെ കുറിച്ച് ഉള്ള സ്റ്റഡീസ് ആണ് വന്നിരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ വെസ്റ്റേൺ ഘാട്ടിൽ എന്താണ് ഈ ഒരു സംഭവം, ലാൻഡ് സ്ലൈഡുകളും മറ്റുമൊക്കെ ഉണ്ടാവുന്നതിന് ഈ ഒരു മൺസൂണിന്റെ വർധനവിൽ കാരണമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. റീസെന്റ് ആയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള നടത്തിയിട്ടുള്ള സ്റ്റഡിയിലാണ് വെസ്റ്റേൺ ഘാട്ടിൽ ഈ ഒരു മൺസൂൺ റെയിൻഫോളിന്റെ അളവ് കഴിഞ്ഞ 800 വർഷത്തെ ഡാറ്റയാണ് അവർ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ മൺസൂൺ പാറ്റേൺ 1600 വർഷം വരെയുള്ള മൺസൂൺ പാറ്റേൺ അവർ ലോങ് ടേം ക്ലൈമറ്റ് ചേഞ്ചസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ക്വാട്ടർണറി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വെസ്റ്റേൺ ഘാട്ടില് പശ്ചിമഘട്ടത്തില് മൺസൂൺ ഇന്റൻസിറ്റി വർദ്ധിച്ചു വരികയാണ്. ഇതുകൊണ്ടാണ് ഫ്രീക്വന്റ് ആയിട്ടുള്ള എക്സ്ട്രീം റെയിൻഫോൾ ഈവന്റുകൾ ഉണ്ടാവുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2018-ലും 2019-ലും കൊടക് ഫ്ലഡ് ഉണ്ടാവുന്നതിനും ഒക്കെ കാരണം, ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നതിനും ഒക്കെ കാരണം ഇത്തരത്തിലുള്ള ഈ ഇന്റൻസീവ് ആയിട്ടുള്ള റെയിൻസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസാസ്റ്റർ പ്രിപ്പയർനെസിനെ കുറിച്ചും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലാൻഡ് യൂസ് പ്ലാനിങ്ങിനെ കുറിച്ചും കൺസർവേഷൻ എഫേർട്ടുകൾ എടുക്കേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെ ഈ ഒരു റിപ്പോർട്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു
സ്റ്റഡി പ്രത്യേകിച്ച് നടത്തി. 800 വർഷം അല്ലെങ്കിൽ 1500 വർഷത്തെ ഡാറ്റ എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നത്. ചെപ്പണ്ടിക്കരെ ലേക്ക് എന്ന് പറയുന്നത് കർണാടകയിലെ മടിക്കേരിക്കടുത്തുള്ളതാണ് ചെപ്പണ്ടിക്കരെ എന്ന് പറയുന്ന ലേക്ക്. ആ ഒരു ലേക്കിന്റെ സെഡിമെന്റ്സിനെ പരിശോധിച്ചുകൊണ്ട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മൺസൂൺ ഇന്റൻസിറ്റി മനസ്സിലാക്കുന്ന ഒരു രീതിയിലാണ് ഇവർ സ്റ്റഡി നടത്തിയിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, നമ്മളിപ്പോൾ ഡീലിമിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സീറ്റുകളുടെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം കുറയുമോ കൂടുമോ എന്നുള്ള സാഹചര്യത്തെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പോപ്പുലേഷൻ കൺട്രോൾ എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഡെവല്യൂഷനെ ബാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്കുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ എങ്ങനെയാണ് കുറയാൻ കാരണമായത് എന്നുള്ളതിനെ കുറിച്ച് അധികം ഡിസ്കഷൻസ് വരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നതായിട്ടുള്ളത്. അതായത് പോപ്പുലേഷൻ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഡീലിമിറ്റേഷനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഡെവല്യൂഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കാര്യമായിട്ട് നടക്കുന്നില്ല. പ്രത്യേകിച്ചും ഇവ രണ്ടും ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിനെ കാര്യമായിട്ട് ബാധിക്കുന്ന വിഷയമാണെന്നുള്ളതാണ്. 2026 വരെ കോൺസ്റ്റിറ്റ്യൂഷണൽ സീറ്റുകൾ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോകസഭയിലേക്കുള്ള സീറ്റുകളുടെ എണ്ണം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടുത്തെ പോപ്പുലേഷൻ അനുസരിച്ചാണ് ശരിക്കും അസൈൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. പക്ഷേ 1971 പോപ്പുലേഷൻ സെൻസസ്, പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് നടത്തിയതിന് ശേഷം 1971 സെൻസസ് വെച്ചിട്ടാണ് സീറ്റുകളെ ലിമിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ നിലവിലുള്ള പോപ്പുലേഷൻ ഡാറ്റ വെച്ച് കൂടുതൽ സീറ്റുകൾ അല്ലെങ്കിൽ സീറ്റുകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സൗത്തേൺ സ്റ്റേറ്റുകൾ അവർ കൃത്യമായിട്ട് പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് എടുത്ത സംസ്ഥാനങ്ങളാണ്. അത്തരം സംസ്ഥാനങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് അവിടുത്തെ ഡെവലപ്മെന്റ്, അവിടുത്തെ ഡെമോഗ്രാഫിക് ഡിവൈഡും ഒക്കെ ഇന്ത്യയിൽ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. പക്ഷെ അത് പൊളിറ്റിക്കൽ ഫിനാൻഷ്യൽ അലോക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്തുള്ള ചാലഞ്ച് ആണ് ഇപ്പോൾ പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഹിസ്റ്റോറിക്കൽ ആയിട്ട് ഡീലിമിറ്റേഷൻ നോക്കുവാണെങ്കിൽ 1951 71 ലോകസഭാ സീറ്റുകൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അതായത് 7.3 ലക്ഷം ആൾക്കാർക്ക് ഒരു സീറ്റ് എന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് 10.1 ലക്ഷം ആൾക്കാർക്ക് ഒരു സീറ്റ് എന്ന രീതിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 1971 സീറ്റുകളുടെ എണ്ണം വെച്ചിട്ടാണ് ഇന്നും പോകുന്നത്. 2026 വരെ ഇത് ഫ്രോസ് ചെയ്തിട്ടുണ്ട്. 2026 പ്രൊജക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സീറ്റുകളുടെ എണ്ണം 753 വർദ്ധിക്കും. ഏകദേശം 20 ലക്ഷം ആൾക്കാർക്കാണ് ഒരു സീറ്റ് എന്ന രീതിയിൽ വരിക. അപ്പോൾ പെനിൻസുലാർ സ്റ്റേറ്റുകളിൽ, പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. പോപ്പുലസ് ആയിട്ടുള്ള ജനസംഖ്യ കൂടിയ നോർത്തേൺ സ്റ്റേറ്റ്സിനെ ഇത് അഡ്വാൻറ്റേജസ് ആയിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു സൈഡിലുള്ള ചാലഞ്ചായി പറയുമ്പോൾ മറ്റൊരു സൈഡിൽ ഫിനാൻസ് കമ്മീഷൻ, 15th ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസ് ആണ്. അതായത് ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡാറ്റയുടെ കൂടെ ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ ഒരു നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഫിനാൻസ് കമ്മീഷനാണ് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സിനെ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സിന്റെ എത്ര ശതമാനം സ്റ്റേറ്റുകൾക്ക് വിതരണം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, അത് എങ്ങനെ വിതരണം ചെയ്യണം എന്നുള്ളതും തീരുമാനിക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. അപ്പോൾ പോപ്പുലേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പോപ്പുലേഷന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് നേരത്തെ 0.15% ആണെന്നുണ്ട്. 0.15 ആയിരുന്നെങ്കിൽ അത് 0.27 വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് പോപ്പുലേഷൻ കൂടിയ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സിൽ നിന്ന് വരുമാനം കിട്ടുകയും പോപ്പുലേഷൻ കുറഞ്ഞ സംസ്ഥാനങ്ങൾ, കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞ നികുതി വരുമാനം കിട്ടുന്ന സാഹചര്യമാണ്. അപ്പൊ ഇവിടെ സംസ്ഥാന സ്റ്റേറ്റ്സിൽ ഈ ഒരു പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ എണ്ണം കുറയുന്നു, അതേ സമയത്ത് ഈ ഒരു വരുമാനവും കുറയുന്നു എന്ന് പറയുന്ന ഒരു കൺസേൺ സൗത്തേൺ സ്റ്റേറ്റ്സ് റേസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് വെച്ചാൽ പോപ്പുലേഷൻ സൈസിനെ മാത്രം നോക്കാതെ ജസ്റ്റ് എത്രമാത്രം പോപ്പുലേഷൻ ഉണ്ട് എന്നത് മാത്രം നോക്കുന്നതിന് പകരം പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്ന ഐഡിയ, ഒരു കിലോമീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്ര പേര് താമസിക്കുന്നു എന്നത് നോക്കാൻ വേണ്ടി പറ്റും. അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്ക് ലോവർ പോപ്പുലേഷൻ ആണ്, പക്ഷെ ഹയർ ഡെൻസിറ്റി ഉണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അതേപോലെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സീറ്റുകൾ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ നിലവിലുള്ള സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സജഷൻ ആയിട്ട് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഡെമോഗ്രഫിനെ, പോപ്പുലേഷനെ നോക്കുന്ന സമയത്ത് മറ്റ് ജെൻഡർ, കാസ്റ്റ്, മറ്റ് ക്യാരക്ടേഴ്സ് നോക്കിക്കൊണ്ട് വേണം റെപ്രസെന്റേഷൻ കൊണ്ടുവരുന്നത്. അല്ലാതെ വെറുതെ ഇത്ര പോപ്പുലേഷൻ 20 ലക്ഷം പേർക്ക് ഒരു സീറ്റ് എന്ന രീതിയിൽ ജസ്റ്റ് പോപ്പുലേഷൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്ന ഒരു നല്ല ഐഡിയ അല്ല എന്നാണ് പറയുന്നത്. മറ്റൊന്നാണ് പെർ ക്യാപിറ്റ മെഷേഴ്സ് നോക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. അതും മിസ്ഇന്റർപ്രിട്ടേഷന് കാരണമാകാം, അൺഫെയർ ആയിട്ടുള്ള കമ്പാരിസണിലേക്ക് കാരണമാകാം എന്ന് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുവരണം. ഡെമോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇക്വിറ്റബിൾ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഫെയർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ നടക്കുന്നുണ്ട്. ജസ്റ്റ് പോപ്പുലേഷൻ മാത്രമല്ല, ടോട്ടൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ നോക്കിക്കൊണ്ട് നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ
ആവശ്യമാണ് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക് പ്രദേശത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കുറച്ചുകൂടി ടെൻഷൻ വരുന്നുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ ആർട്ടിക് പ്രദേശത്ത് താല്പര്യം കാണിക്കുന്നുണ്ട്, പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനെ ഐസ് കോൾഡ് വാർ എന്ന രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആർട്ടിക് പ്രദേശത്ത് നടക്കുന്ന ഇഷ്യൂസ്, കൺസേൺസ് എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഒബ്സർവേഴ്സ് നോക്കുന്നത് വെച്ചാൽ ഈ ഒരു ആർട്ടിക് പ്രദേശത്ത് ടെൻഷൻ റൈസ് ചെയ്യുന്നുണ്ട്. പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റുകൾ, വിവിധ രാജ്യങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ കാരണമാണെന്ന്. കാരണം ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് ആർട്ടിക് പ്രദേശത്തെ മഞ്ഞുരുകുകയും ആ ഒരു പ്രദേശത്തെ സീ എന്ന് പറയുന്നത് ക്ലിയർ, അതായത് നാവിഗബിൾ ആയി മാറുകയും ഇത് ആ ഒരു പ്രദേശം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയി മാറുന്ന സാഹചര്യമായി മാറുകയാണ്. കാരണം അവിടുത്തെ ഐസ് ക്യാപ്പുകൾ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് മെൽറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ മേഖലകളിൽ റിസോഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഫോസിൽ ഫ്യൂൽസ് ആയിക്കോട്ടെ, റെയർ എർത്ത് എലമെന്റുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ ട്രേഡ് റൂട്ടുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വിവിധ രാജ്യങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അന്റാർട്ടിക്കയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു റെഗുലേഷൻ, ഇന്റർനാഷണൽ ട്രീറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ ആർട്ടിക്കിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റി ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ മിലിറ്ററി അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ക്ലെയിംസിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റി ഇല്ല എന്നുള്ളത് കൂടുതൽ രാജ്യങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മാരിടൈം ക്ലെയിംസും മിലിറ്ററി താല്പര്യങ്ങളും ഒക്കെ ഈ ഒരു പ്രദേശത്തേക്ക് ഉയർന്നു വരുന്നുണ്ട് എന്ന് ഓർത്തുവെക്കുക. 8 രാജ്യങ്ങളാണ് ആർട്ടിക് കൺട്രീസ് ആയിട്ടുള്ള കാനഡ, ഡെൻമാർക്ക്, ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ കയ്യിലാണ്. അപ്പോൾ ഗ്രീൻലാൻഡിന്റെ കയ്യിലുള്ള ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലാൻഡ്, നോർവേ, റഷ്യ, സ്വീഡൻ, പിന്നെ US, ഇത്രയും രാജ്യങ്ങളാണ് ഈ ഒരു പ്രദേശത്തേക്ക് താല്പര്യവുമായിട്ട് വന്നിട്ടുള്ളത്. ആർട്ടിക് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. ഇത് ആ ഒരു പ്രദേശത്തെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, സയന്റിഫിക് റിസർച്ച്, ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളെയാണ് കരുതുന്നതായിട്ടുള്ളത്. അല്ലാതെ മിലിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ക്ലെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഈ ഒരു ആർട്ടിക് കൗൺസിൽ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല. ഈ ഒരു ഓരോ രാജ്യങ്ങൾക്കും നമുക്കറിയാം 200 നോട്ടിക്കൽ മൈലിന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു സോണുമായി ബന്ധപ്പെട്ട ക്ലെയിമുകളൊക്കെ ഇപ്പോൾ ആർട്ടിക് പ്രദേശത്ത് ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. റഷ്യ ഐസ് ബ്രേക്കർ ആയിട്ടുള്ള ഫ്ലീറ്റുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ പവേർഡ് ഐസ് ബ്രേക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് ഐസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രദേശത്ത് അവരുടെ സ്വാധീനം ചെലുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇവിടെ ടെൻഷൻ റേസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഗ്രീൻലാൻഡ്, നിലവിലെ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു ദ്വീപാണ്. ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൻമാർക്കിന്റെ കയ്യിലാണ് ഉള്ളത്. ഡെൻമാർക്കിനോട് പറഞ്ഞു ഗ്രീൻലാൻഡ് നമുക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു ടെൻഷൻ റേസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയുള്ള US-നും കാനഡയിലും ഇടയിലുള്ള നോർത്ത് വെസ്റ്റ് പാസേജ് എന്ന് പറയുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ടുകളും US-ഉം കാനഡയും തമ്മിൽ വരുത്തുകയും ചെയ്തു. കൂടാതെ റഷ്യ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ് ആർട്ടിക് പ്രദേശത്ത് എടുക്കുന്നത്. ഉക്രൈൻ വാറിന് ശേഷം നാറ്റോ മെമ്പേഴ്സുമായിട്ടുള്ള ബന്ധം മോശമായതോടുകൂടി ഈ ഒരു പ്രദേശത്ത്, ആർട്ടിക് പ്രദേശത്ത് റഷ്യ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് എടുക്കുന്നുള്ളത്. ഇതുകൂടാതെ UK, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, UK ഗ്യാപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്. നാറ്റോയുടെ നേവൽ ബേസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതും അവിടെ ഒരു പുതിയ ഗ്രൂപ്പിംഗ് നടക്കുന്നു എന്നുള്ള രീതിയിൽ ടെൻഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ രാജ്യങ്ങളൊക്കെ ഈ ഒരു ആർട്ടിക് പ്രദേശത്തെ ഇത്ര ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇത്ര ക്രിട്ടിക്കലായി കരുതുന്നതെന്ന് വെച്ചാൽ ലോകത്തിന്റെ കണ്ടെത്താത്ത 13% ഓയിൽ, അൺഡിസ്കവേർഡ് ആയിട്ടുള്ള ഓയിൽ, ക്രൂഡ് ഓയിൽ 13% ഉള്ളത് ആർട്ടിക് പ്രദേശത്താണ്. നാച്ചുറൽ ഗ്യാസിന്റെ 30% നമുക്ക് ആർട്ടിക് പ്രദേശത്ത് കാണാൻ വേണ്ടി വരും. ഗ്രീൻലാൻഡിൽ വളരെ റെയർ എർത്ത് എലമെന്റ്സിന്റെ ഡെപ്പോസിറ്റുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഇതൊരു ട്രേഡ് റൂട്ട് ആണ് എന്നുള്ളതാണ്. അതായത് വളരെ വേഗത്തിൽ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോർത്ത് ഈസ്റ്റ് പാസേജ് ട്രേഡ് റൂട്ട് കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ 2007 തന്നെ ആർട്ടിക് ഫ്ലാഗ് പ്ലാന്റിങ്ങും മറ്റുമൊക്കെ റഷ്യ ചെയ്യുന്നുണ്ടായിരുന്നു ആർട്ടിക് പ്രദേശവുമായി ബന്ധപ്പെട്ട്. ചൈനയും ഈ ഒരു പ്രദേശത്ത് നിയർ ആർട്ടിക് സ്റ്റേറ്റ് ആയിട്ട് സ്വയം പ്രഖ്യാപിക്കുകയും ഈ ഒരു ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള ഐസ് ബ്രേക്കേഴ്സ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കാം. കൂടാതെ നാറ്റോ കൺട്രീസ് അവരവരുടെ മിലിറ്ററി പ്രസൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്വീഡനും ഫിൻലൻഡും ഒക്കെ നാറ്റോയുടെ മെന്റർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്ത് വെക്കാം. മറ്റൊന്ന് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കൺസേൺസ്, ഐസ് മെൽറ്റ് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു കൺസേൺ ആണ്. അതേ സമയത്ത് അവിടെ ഇത്തരത്തിലുള്ള ടെൻഷൻസ് റേസ് ചെയ്യുന്നു എന്നുള്ളത് കൂടി മറ്റൊരു കൺസേൺ ആണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടത്. അടുത്തൊരു വാർത്തയാണ് വൈബ് കോഡിങ്ങിനെ കുറിച്ച്. അപ്പൊ എന്താണ് ഈ ഒരു വൈബ് കോഡിങ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. വൈബ് കോഡിങ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കോഡിങ് ചെയ്യുന്നതാണ്. സാധാരണ കോഡിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇരുന്ന് കോഡുകൾ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആന്ദ്രേ കർപ്പത്തി എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം വൈബ് കോഡിംഗ് എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ റിലാക്സ് ആയിട്ട് വൈബ് മൂഡിൽ ഇരുന്നിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ജനറേറ്റ് ചെയ്യാണ്. അപ്പൊ ഇത് നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്യാം. അതിനുശേഷം അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ വിവിധ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനികൾ ഇത്തരത്തിലുള്ള മോഡലുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കോഡിംഗ് നോളജ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആൾക്കാർക്ക് കോഡുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ടൂളുകളോ അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ ഐ വോണ്ട് എ കോഡ് അല്ലെങ്കിൽ ഐ വോണ്ട് എ പൈത്തൺ കോഡ് ടു കാൽക്കുലേറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ കോഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഡ് ജനറേറ്റ് ചെയ്യും, അത് കോപ്പി ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തി നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്ക് കോഡിങ്ങിനെ കുറിച്ച് ABCD അറിയില്ലെങ്കിൽ പോലും നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോഡുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതകൾ. അപ്പോൾ എന്താണ് ഈ ഒരു വൈബ് കോഡിംഗ് എന്ന വാക്ക് ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത പാർലമെന്റുമായി ബന്ധപ്പെട്ടാണ്. സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൂടി റിസർവേഷനെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രധാനമായിട്ടും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, OBC റിസർവേഷൻസ് ആണ് നോൺ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് കൊണ്ടുവരണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതായിട്ടുള്ളത്. അപ്പോൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക്, നോൺ മൈനോറിറ്റി ആയിട്ടുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് SC ST OBC റിസർവേഷൻ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 364ാമത്തെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും ഈ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ, വിമൻ, ചിൽഡ്രൻ, യൂത്ത് ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ മേലുള്ള റിപ്പോർട്ടിലാണ് ഈ ഒരു പരാമർശം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 15 ക്ലോസ് 5 പ്രകാരമുള്ള ഒരു പുതിയ നിയമം നടപ്പിലാക്കണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നേരത്തെ കോൺഗ്രസിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ, ലോക്സഭാ ഇലക്ഷന് മുന്നേ ഉള്ള ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഈ ഒരു കാര്യം അവർ നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തുക. ആർട്ടിക്കിൾ 15 ക്ലോസ് 5 എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഉള്ളതാണ്. ഇവിടെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പബ്ലിക് അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പക്ഷേ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പറ്റില്ല എന്നുകൂടി ഓർത്തുകൊണ്ടായിരുന്നു. ഇത് 93ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 2005 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് G പ്രകാരം ആർക്കും ഏത് പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്യുപ്പേഷനും ട്രേഡും ബിസിനസ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് G ഒരിക്കലും ഗവൺമെന്റിന് ഈ ഒരു ആർട്ടിക്കിൾ 15 ക്ലോസ് 5 പ്രകാരമുള്ള പ്രൊവിഷൻസ്, അതായത് റിസർവേഷൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരുന്നതിനെ തടയുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് നോൺ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കണം എന്ന് പറയുന്നത്? കാരണം ആർട്ടിക്കിൾ 30 ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ 30 പ്രകാരം മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് അവർക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള അവകാശമുണ്ട്, അവരുടെ ചോയ്സിനനുസരിച്ച്. അവരെ ഓർത്തു വെക്കാം, അവരിൽ റിസർവേഷൻ നടത്താൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർത്തു, കാരണം അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റോള് അവരുടെ കയ്യിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടാണ്. നമ്മുടെ രാജ്യത്തെ ടൂറിസം മിനിസ്ട്രി കൃത്യമായിട്ട് ഫണ്ടുകൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. യൂണിയൻ ടൂറിസം മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. 2023-24 33.4% ഫണ്ട് മാത്രമാണ് ബജറ്റിൽ അലോക്കേറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 2400 കോടി മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ്. 2024-25 2479 കോടിയുടെ 396 കോടി മാത്രമാണ് ഇതുവരെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡിലേസ്, പ്രൊസീജിയർ ആയിട്ടുള്ള ഹഡിൽസ്, കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ ഇല്ലാത്തത്, ഇതൊക്കെയാണ് യൂട്ടിലൈസേഷൻ കുറയാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രധാനമായിട്ടും ഈ ഒരു റീസൺസ് ഒക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിന് മേലെ കൂടുതൽ അന്വേഷണം നടത്തണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കമ്മിറ്റി കുറച്ചുകൂടി സ്ട്രക്ചറൽ ആയിട്ടുള്ള റീഫോംസ് കൊണ്ടുവരണം എന്നും, പ്രത്യേകിച്ചും മിനിസ്ട്രീസുമായി ബന്ധപ്പെട്ട ഇൻഎഫിഷ്യൻസീസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഫണ്ട് യൂട്ടിലൈസേഷനെ മെച്ചപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രൊജക്ട് മാനേജ്മെന്റ് സിസ്റ്റംസ്, വിവിധ പ്രൊജക്ടുകളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ പ്രൊജക്ട് മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവരണം. ബെറ്റർ ആയിട്ട് പ്രൊജക്ടുകളെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള ഫണ്ട് അലോക്കേഷന് വേണ്ടിയിട്ടും അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ഡാഷ്ബോർഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നാണ്. ടൂറിസം ഇംപ്ലിമെന്റേഷൻ റേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊജക്ടുകളുടെ ഇംപ്ലിമെന്റേഷനെ റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ള ആവശ്യവും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഹൈ പെർഫോമിംഗ് സ്റ്റേറ്റുകൾക്ക് കൂടുതൽ റിവാർഡുകൾ നൽകുന്നതിനെ കുറിച്ചും പ്രൊസീജിയേഴ്സ് കുറക്കുന്നതിനെ കുറിച്ചും കൂടുതൽ റെക്കഗ്നൈസേഷൻ അവാർഡുകൾ നൽകുന്നതിനെ കുറിച്ചും ഒക്കെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർപ്പിക്കുന്നതാണ്. അടുത്തത് നിതി ആയോഗ് ഒരു പുതിയ പോർട്ടൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി സംസ്ഥാനങ്ങളുടെ ഫിനാൻഷ്യൽ ഡാറ്റ അവൈലബിൾ ആക്കുന്ന ഒരു പോർട്ടലാണ്. കഴിഞ്ഞ 10-15 വർഷത്തെ ഡാറ്റ ആ ഒരു പോർട്ടൽ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രി ആണ് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പോർട്ടൽ ലോഞ്ച് ചെയ്യുന്നത്. നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ചും സ്റ്റേറ്റ് ഫൈനാൻസസും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പോർട്ടൽ ഉള്ളത്. പോർട്ടലിന്റെ പേര് എന്ന് വെച്ചാൽ നിതി NCAR സ്റ്റേറ്റ്സ് എക്കണോമിക് ഫോറം എന്നുള്ളതാണ്.
നിതി ആയോഗ്, നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ച്, സ്റ്റേറ്റ്സ് എക്കണോമിക് ഫോറം എന്നുള്ളതാണ് 30 വർഷത്തെ ഡാറ്റയാണ് അവൈലബിൾ ആയിട്ടുള്ളത് 1990 മുതൽ 2022-23 വരെയുള്ള. ഇതിൽ പ്രധാനമായിട്ടും 4 രീതിയിലുള്ള റിപ്പോർട്ടുകളാണ്. സ്റ്റേറ്റിന്റെ മൊത്തം ഡാറ്റ റെപ്പോസിറ്ററി, ഫിസിക്കൽ എക്കണോമിക് ഡാഷ്ബോർഡ്, അതുപോലെ റിസർച്ച് ആൻഡ് കമന്ററി എന്നുള്ള രീതിയിലാണ്. ഓരോ സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചുള്ള ഡാറ്റ ഇവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. 28 സ്റ്റേറ്റ്സിന്റെയും ഡാറ്റ ഇവിടെ ചേർക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഡെമോഗ്രഫി ബേസ്ഡ് ആയിട്ടുള്ള ജനസംഖ്യാടിസ്ഥാനത്തിലോ എക്കണോമി ബേസ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ മാറ്റേഴ്സ് വെച്ചിട്ടോ എത്ര കടമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലോ ഹെൽത്ത്, എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വെച്ചൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രധാനപ്പെട്ട കീ എക്കണോമിക് ഡാറ്റ ഡാഷ്ബോർഡിൽ കാണിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലൊരു റിസർച്ച് സെക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ചും സ്റ്റേറ്റ് ഫിനാൻസസിനെ കുറിച്ചുള്ള സ്റ്റഡീസിനെ കുറിച്ചൊക്കെയാണ് ആ ഒരു സെക്ഷനിൽ കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ എക്കണോമിക് ട്രെൻഡ്സിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് പോളിസികൾ ഡെവലപ്പ് ചെയ്യാനും സഹായിക്കും ഇത് എന്ന് ഓർക്കുക. ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. സ്റ്റേറ്റുകളും നാഷണൽ ഫിഗേഴ്സും തമ്മിലുള്ള ഒരു ബെഞ്ച് മാർക്കിംഗ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടും ഇത് കാരണമാകും എന്ന് നമുക്ക് കരുതാവുന്നതാണ് എന്നതാണ്. അടുത്തത് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നടത്തിയ അമെൻമെന്റ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ യൂണിയൻ മിനിസ്ട്രി ഈ ഒരു ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടിനെ സംരക്ഷിക്കണം, ആ അമെൻമെന്റുകളെ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ആദിവാസി കമ്മ്യൂണിറ്റീസ് ഗവൺമെന്റിന് കത്തയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 114ഓളം ആദിവാസി റൈറ്റ്സ് ഗ്രൂപ്പുകളാണ്, എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻസും ആണ് യൂണിയൻ ട്രൈബൽ മിനിസ്റ്റർ ആയിട്ടുള്ള ജുവാൽ ഓറാമിന് കത്ത് നൽകിയിട്ടുള്ളത്. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടിൽ നടത്തിയുള്ള അമെൻമെന്റുകൾ പിൻവലിക്കണമെന്നും ട്രൈബൽ പീപ്പിളിന്റെയും ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിന്റെയും അവകാശങ്ങളെ സംരക്ഷിക്കണം എന്നുമാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു വിഷയം സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രദേശത്ത്, അതായത് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു NGO ആണ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് പ്രദേശത്ത് നിന്ന് ആൾക്കാരെ എവിക്റ്റ് ചെയ്യുന്ന, ആൾക്കാരെ പുറത്താക്കുന്നതിനെയാണ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2019 സുപ്രീം കോടതി ഈ എവിക്ഷൻസ് ഒക്കെയാണ്, നിയമപരമാണ്, അവരെ മാറ്റി പാർപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രൊട്ടസ്റ്റേഴ്സ് അവിടെ സ്റ്റേ ചെയ്യുകയും അവർ ഈ ഒരു അവരുടെ ക്ലെയിംസ് ഒക്കെ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള റിവ്യൂസ് നടത്തുന്നില്ല, കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്താതെയാണ് ചില ടെക്നോളജി മാത്രം യൂസ് ചെയ്തിട്ടാണ്, ഗ്രാമസഭയുടെ അതോറിറ്റി ഒന്നും പരിശോധിക്കുകയാണ് ഇവരുടെ ക്ലെയിംസ് ഒക്കെ റിജക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും ഗുജറാത്തും മധ്യപ്രദേശും ഒക്കെ സാറ്റലൈറ്റിന്റെ ഇമേജ് ഡാറ്റയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആൾക്കാരുടെ ക്ലെയിമുകളെ റിജക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ട്രൈബൽ മിനിസ്ട്രിയോട് ഈ ഒരു കൺസേൺസ് റേസ് ചെയ്യും, ടെക്നോളജിയെ മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തതെന്നും അവർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കണം തന്നെ. അടുത്തത് ടൈഗർ ട്രംപ് എന്ന് പറയുന്ന മിലിറ്ററി എക്സസൈസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ഒരു 4th ഇറ്ററേഷൻ ആണ് ഇന്ത്യയും US-ഉം ചേർന്നുള്ള ട്രൈ സർവീസ് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റ് ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് ആണ്. അതിനെയാണ് ടൈഗർ ട്രംപ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയും US-ഉം ചേർന്നിട്ടുള്ള ട്രൈ സർവീസ്, 3 സർവീസുകളും ചേർന്നുകൊണ്ടുള്ള അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് ആണ് ടൈഗർ ട്രംപ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഏപ്രിൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും US ആർമിയും തമ്മിലുള്ള, US ഫോഴ്സും തമ്മിലുള്ള കോപ്പറേഷനെ മെച്ചപ്പെടുത്തുന്നതിനും ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻസ് മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടൊക്കെയാണ് ഇത് നടത്തുന്നതായിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കമ്പൈൻഡ് ആയിട്ടുള്ള കോർഡിനേഷൻ സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഹാർബർ ഫേസ് വിശാഖപട്ടണത്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത ബൈപോളാർ ഡിസീസുമായി ബന്ധപ്പെട്ടാണ്. ബൈപോളാർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് 2 വ്യക്തികളായിട്ട് അല്ലെങ്കിൽ ദ്വന്ദ്വ വ്യക്തിത്വം എന്നൊക്കെ പറയുന്നതാണ് ബൈപോളാർ ഡിസീസ് എന്ന് പറയുന്നത്. അത് അതിന്റെ എക്സ്ട്രീം വേർഷൻ ആണ്. അതിന്റെ ചെറിയ വേർഷൻ എന്ന് വെച്ചാൽ മൂഡ് ഡിസോർഡേഴ്സ് എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് വാർത്ത വരാൻ കാരണം വേൾഡ് ബൈപോളാർ ഡിസീസ് ഡേ ആണ് മാർച്ച് 30 എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ മെന്റൽ ഹെൽത്ത് സർവേയുടെ സെക്കൻഡ് ഫേസ് ഉണ്ടായിരുന്നു. അപ്പം ഇന്ത്യയിലെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ട്രെൻഡുകൾ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മൂഡ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ബൈപോളാർ ഡിസോർഡേഴ്സ് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മൂഡ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഡിപ്രസീവ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആവാം, ചില സമയത്ത് സങ്കടം തോന്നും, ചില സമയത്ത് സന്തോഷം തോന്നും, ചില സമയത്ത് നമ്മൾ ഭയങ്കര ക്ഷീണം തോന്നും. ബൈപോളാർ ഡിസീസ് കൊണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള മൂഡ് സ്വിങ്ങിനെ നമുക്ക് ബൈപോളാർ ഡിസോർഡർ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ആൾക്കാരുടെ ഡെയിലി ലൈഫിനെയും അതുപോലെ അവരുടെ എക്കണോമിക് കപ്പാസിറ്റിയും ഒക്കെ നെഗറ്റീവ്ലി ബാധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മൂഡ് ഡിസോർഡേഴ്സിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും. ഫാമിലി ഹിസ്റ്ററി കാരണം മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം, എൻവയോൺമെന്റൽ ആയിട്ടുള്ള ട്രിഗേഴ്സ് ഉണ്ടാവും. എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ട്രോമ ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഈവന്റുകൾ ഉണ്ടെങ്കിൽ അതും ഈ ഒരു മൂഡ് ഡിസോർഡേഴ്സിന് കാരണമാകാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള അബ്യൂസ്, അല്ലെങ്കിൽ നെഗ്ലക്റ്റ്, അല്ലെങ്കിൽ ഏർലി ട്രോമാസ് ഒക്കെ, അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുന്നത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ്, മിസ് ബ്രേവ്മെന്റ്,
റീമെന്റ് ഇതൊക്കെ നമ്മളെ എന്ത് ചെയ്യാം നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാക്കാം. അത് ഈ ഒരു മൂഡ് ഡിസോർഡേഴ്സിന് കാരണമാകാം. അപ്പോൾ ബൈപോളാർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഹൈലി ഹെറിറ്റബിൾ ആണെന്ന് ഓർത്ത് വെക്കുക. ഒരു പാരന്റൽ നിന്നൊക്കെ വളരെ വേഗത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. കൂടാതെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകളും ഒക്കെ ഡിസ്റ്റർബൻസുകളും ഒക്കെ ഇത് ഉണ്ടാവാൻ കാരണമാകും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ റേഡിയേഷനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ ഡിറ്റക്ട് ചെയ്യാൻ ലേസർ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു ഡെവലപ്മെന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. യുഎസിലെ ഫിസിസിസ്റ്റുകളാണ് ഈ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ലേസേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി ദൂരത്ത് നിന്ന് തന്നെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നാഷണൽ ഡിഫൻസ് പർപ്പസിനോ അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഡീകേ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ റിലീസ് ചെയ്യും. ഇത് അന്തരീക്ഷത്തിലെ എയറിനെ അയണൈസ് ചെയ്യുകയും അവിടെ പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ലേസർ ഇലക്ട്രോൺസ് ഈ ഒരു പ്ലാസ്മയിലൂടെ പോകുന്ന സമയത്ത് അത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒപ്റ്റിക്കൽ ആയിട്ടുള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഒരു ബാക്ക് സ്കാറ്റർ ഉണ്ടാവും. ആ ബാക്ക് സ്കാറ്റർ വെച്ചിട്ട് നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഇംപ്രൂവ്ഡ് ഡിറ്റക്ഷൻ നമുക്ക് 10 മീറ്റർ ദൂരത്ത് വെച്ച് വരെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന മെത്തേഡുകളിൽ 1 മീറ്റർ ദൂരത്ത് വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനേക്കാൾ ഫാർ ബെറ്റർ ആണെന്ന് ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ ലേസറിന്റെ വേവ് ലെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈവൻ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ വളരെ കുറച്ച് ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഇത് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ ഫ്ലൂറസെൻസ് ഇമേജിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പ്ലാസ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുവഴി മാത്തമാറ്റിക്കൽ മോഡൽസും മറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഗാമ റേസിനെയും മറ്റുമൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ദൂരത്ത് തന്നെ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അപ്പോൾ നോർമലി ഡിറ്റക്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലേസർ ഡിറ്റക്ഷൻ മെത്തേഡ് സഹായിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു പോളിസി ഇത് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാനുള്ള ചാലഞ്ചസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ചും അതിനുവേണ്ട റിസോഴ്സിനെ കുറിച്ചും ഒക്കെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. സിലബസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ്. നിലവിലുള്ള സിലബസ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രശ്നം നേരിടുകയാണ്. അതിൻ്റെ ഇടയിൽ അഡീഷണൽ വിഷയങ്ങൾ കൂടി പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ബുദ്ധിമുട്ട് നേരിടും എന്നൊക്കെയാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ടൈം ഉണ്ടെങ്കിൽ വായിക്കാവുന്നതാണ്. ഓൾറെഡി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഡിസ്കഷൻ നടത്തിക്കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.